കേരളത്തിൽ തുടർഭരണം വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ഒരു ദിവസം പോലുമില്ല ഈ രാഷ്ട്രീയ കേരളം. തുടർഭരണം വരുമ്പോൾ വലിയ രീതിയിലുള്ള അവസ്ഥകൾ മാറും, ദുരവസ്ഥയുണ്ടാകുമെന്ന് പറയുന്നവർക്ക് മുമ്പിൽ എത്ര വലിയ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് വന്നത്. ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ പൊങ്കാല ദിനം തലസ്ഥാന നഗരി പൊട്ടിയൊലിച്ചു മലിനജലം മുഴുവനും എന്നുള്ളതാണ്. കൃത്യമായി 5 വർഷം ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ തലസ്ഥാന നഗരിയെ എങ്ങനെയാണ് ഹാൻഡ് ഹോൾഡ് ചെയ്തത് എന്നും ഓരോ 5 വർഷവും എത്രമേൽ കരുതലോടെയാണ് ആ വലിയ സദസ്സിനെ, ആ അമ്മമാരുടെ പൊങ്കാല ഉത്സവത്തെ കൊണ്ടാടിയത് എന്നും നമ്മൾ ഓർക്കുക. വന്ന് ആദ്യ പൊങ്കാല തന്നെ നാറ്റിച്ചിരിക്കുന്ന അവസ്ഥയിലേക്കാണ് BJP അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന, ഭരണം നിർവഹിക്കുന്ന തലസ്ഥാന നഗരി എത്തിപ്പെട്ടത് എന്നതുകൂടി ഓർക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളും തുടങ്ങി വെക്കുന്നതിൻ്റെ പിന്തുടർച്ച രാഷ്ട്രീയ കേരളത്തിൽ എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ ഓരോ ഭരണവും, ഓരോ ക്ഷേമപ്രവർത്തനങ്ങളും, ഓരോ പദ്ധതികളും സർക്കാർ മുൻപോട്ട് വെച്ച് പോകുമ്പോൾ അതിൻ്റെ തുടർച്ചയ്ക്ക്, അതിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും വലിയ ആവശ്യമായി മാറുകയാണ് തുടർ ഭരണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണം മാറാതിരിക്കണമെന്ന് നിഷ്പക്ഷമതികൾ പുലമ്പുന്നത് ഈ നാട്ടിൽ. നിഷ്പക്ഷമതികൾ അതിനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ ഭരണം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് ഇനി ഈ നാട് വലിയ രീതിയിൽ വികസിക്കുമെന്ന് പറഞ്ഞ് BJP പ്രധാനമന്ത്രിയെ പോലും കൊട്ടിഘോഷിച്ച് ഇവിടെ കൊണ്ടുവന്നില്ലേ? എന്നിട്ട് ആ തലസ്ഥാന നഗരി ആദ്യമായി ഹോസ്റ്റ് ചെയ്യുന്ന, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോലും ഉറ്റുനോക്കുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പോലും പറ്റാത്ത ഈ ഭരണകൂടമാണോ ഇനി ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്ന് രാഷ്ട്രീയ കേരളം മൂക്കത്ത് വിരൽ വെച്ച് ചിന്തിക്കുക. ഇപ്പോൾ എത്രമാത്രം വലിയ ഉദാഹരണമാണെന്ന് നോക്കൂ. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. കോൺഗ്രസിലേക്ക് ഈ ഭരണം തിരിച്ചു പോകുമ്പോൾ ഇവിടുത്തെ ഭരണ തുടർച്ച എന്തുമാത്രം അനിവാര്യമാണ് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് എന്ന് ഭരണത്തിലിരിക്കുന്ന CPM ഹാൻഡിലുകൾ പറയുന്നത് ഈ ജനസമൂഹം കണക്കിലെടുത്തേ മതിയാകൂ.